ChatGPTയുടെ ഗിബ്ലി ട്രെൻഡ് കഴിഞ്ഞു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് സെക്ടർ ആയിക്കൊണ്ടിരിക്കുന്നത് ഗൂഗിൾ ജെമിനിയുടെ നാനോ ബനാന AI ടൂളാണ്. അതുപയോഗിച്ച് 3D മോഡലും ചെറു പ്രതിമയും AI സാരി ചിത്രങ്ങളും ഉണ്ടാക്കാത്തവരായി അധികം ആരും ഉണ്ടാവില്ല. എന്നാൽ ഇത് എത്രമാത്രം സേഫ് ആണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ നൽകുന്ന ചിത്രങ്ങൾ കൗതുകകരവും ഭംഗിയും പെർഫെക്ഷനുള്ളതുമായ AI ഇമേജുകളാക്കി തിരികെ തരുന്ന ഈ ട്രെൻഡിങ് AI ഫീച്ചർ എത്രമാത്രം സുരക്ഷിതമാണ്? ഗൂഗിൾ, ഓപ്പൺ AI പോലുള്ള ടെക് കമ്പനികൾ ഉപഭോക്താക്കൾക്ക് അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റുകൾ സംരക്ഷിക്കാൻ നടപടി എടുക്കാറുണ്ടെങ്കിലും അവ മറ്റിടങ്ങളിൽ പങ്കുവയ്ക്കുമ്പോൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്വമാണ്. ചിത്രം അനുമതിയില്ലാതെ അവയിൽ മാറ്റം വരുത്തി തെറ്റായ വിവരം നൽകി പങ്കുവയ്ക്കപ്പെടുമോ എന്നെല്ലാം അറിഞ്ഞ് തീരുമാനമെടുക്കേണ്ടത് വ്യക്തികൾ തന്നെയാണ്. AI ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത ചിത്രങ്ങൾ കണ്ടാൽ ഒറിജിനൽ ആണോ എന്ന് സംശയം തോന്നുന്നത് സാധാരണമാണ്. അത്തരം ഫോട്ടോകൾ ഡീപ് ഫേക്കിന് സാധ്യത ഏറെയാണെങ്കിലും ഗൂഗിൾ ഡീപ് പേയ്മെന്റിലെ സിന്ത് ID ഡിജിറ്റൽ വാട്ടർമാർക്ക് ഇവയിൽ ഉണ്ടാകും. ഇത് സാധാരണ നോക്കുമ്പോൾ കാണില്ലെങ്കിലും പ്രത്യേക ഡിറ്റക്ഷൻ ടൂളുകൾ ഉപയോഗിച്ച് പരിശോധിച്ചാൽ അത്തരം ചിത്രങ്ങൾ AI നിർമ്മിതമാണെന്ന് തിരിച്ചറിയാൻ കഴിയും. ഇത് വ്യക്തികൾക്കും വിവിധ പ്ലാറ്റ്ഫോമുകൾക്കും ചിത്രത്തിന്റെ ആധികാരികത ഉറപ്പാക്കാൻ സഹായിക്കും. ഡിജിറ്റൽ വാട്ടർമാർക്ക് പരിശോധിക്കാനുള്ള ഡിറ്റക്ഷൻ ടൂൾ പൊതുസമൂഹത്തിൽ ലഭ്യമല്ലാത്തതിനാൽ എല്ലാവർക്കും ചിത്രങ്ങളുടെ ആധികാരികത ഉറപ്പിക്കാൻ കഴിയില്ല എന്ന പോരായ്മയുണ്ട്. മാത്രമല്ല, ഇതിനെക്കുറിച്ച് അറിവുള്ളവർക്ക് എളുപ്പത്തിൽ വ്യാജമായി നിർമ്മിക്കാനും കഴിയും, നീക്കം ചെയ്യാനും മായ്ച്ചു കളയാനും കഴിയും. അതിനാൽ ഇതിനെ വിശ്വാസത്തിലെടുക്കുക പ്രയാസമാണ്. AI നിർമ്മിതമെന്നറിയാൻ വാട്ടർമാർക്കിംഗ് സഹായിക്കുമെങ്കിലും അത് മാത്രമാണ് മികച്ച വഴിയെന്ന് കരുതാനാകില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. അപ്പോൾ പിന്നെ സുരക്ഷിതമായി എങ്ങനെ ഫോട്ടോകൾ സൂക്ഷിക്കാൻ വഴിയുണ്ട്? നാം നൽകുന്ന ചിത്രങ്ങൾക്കനുസരിച്ചുള്ള സുരക്ഷ മാത്രമേ AI ടൂൾ ചിത്രങ്ങൾക്ക് നൽകാനാകൂ. തികച്ചും വ്യക്തിപരമായതും സ്വകാര്യവുമായ ചിത്രങ്ങൾ AIക്ക് നൽകാതിരിക്കുകയാണ് ആദ്യം വേണ്ടത്. ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യും മുൻപ് ലൊക്കേഷൻ ടാഗ്, ഡിവൈസ് ഇൻഫർമേഷൻ എന്നിവയൊക്കെ വരുന്നത് ഓഫ് ചെയ്യുക. അനാവശ്യമായി വിവരങ്ങൾ ചോർത്തുന്നത് ഇതിലൂടെ തടയാൻ സാധിക്കും. ഏത് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമിലായാലും സ്വകാര്യത പരമാവധി സംരക്ഷിക്കുന്ന പ്രൈവസി സെറ്റിംഗ്സ് നൽകുക. ചിത്രങ്ങൾ ആർക്കെല്ലാം കാണാം എന്ന് തീരുമാനിക്കുക. അതുവഴി അവ ആരെങ്കിലും ദുരുപയോഗം ചെയ്യുന്നത് തടയാനാകും. ഒരു ചിത്രം പബ്ലിക്കായി ഷെയർ ചെയ്യും മുമ്പ് അത് മറ്റൊരാൾക്ക് സേവ് ചെയ്യാനാകുമെന്നും എഡിറ്റ് ചെയ്യപ്പെടുമെന്നും എല്ലാം മനസ്സിലാക്കി വേണം ചെയ്യാൻ. അപ്ലോഡ് ചെയ്യും മുമ്പ് ചിത്രത്തിന്റെ ഒറിജിനൽ ബാക്കപ്പായി സേവ് ചെയ്ത് വയ്ക്കുകയും വേണം. ഇവയെല്ലാം ഭാവിയിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും.